അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളാഞ്ചേരി വെങ്ങാടുള്ള ഫ്ലോർ ആൻഡ് ഫാൻസിക്ക് പോയ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ഇളച്ചിയാളും മക്കളെ കൂടിയായിട്ട് ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് ഒറ്റയ്ക്ക് പോകാറാണല്ലോ. അപ്പോൾ പ്രാവശ്യം ഞങ്ങൾ മക്കളെയും കൂട്ടിയിട്ട് നമുക്ക് ഇന്ന് അവർക്കും കൂടി ഒരു എൻജോയ്മെൻറ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ പാർക്കിലേക്ക് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വീഡിയോസ് ഫുള്ളായിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമാണെങ്കിൽ നിങ്ങൾ ഫാമിലിക്ക് വന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് എൻട്രി പാസ്സൊക്കെ കൊടുത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഹൈറ്റിനനുസരിച്ചാണ് കേട്ടോ ക്യാഷ് വരുന്നത്. വലിയവർക്ക് 850 രൂപയും കുട്ടികളെ ഹൈറ്റിനനുസരിച്ചാണ്. പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ലോക്കറിൽ വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. അവിടെ 100 രൂപ കൊടുത്തിട്ട് നമ്മൾ ലോക്കറിൽ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ച് ഡ്രസ്സും ഒക്കെ വെച്ച് ചാവിയൊക്കെ നമുക്ക് വാങ്ങാം. തിരിച്ച് നമ്മൾ ആ ചാവി കൊടുക്കുമ്പോൾ ആ 100 രൂപ നമുക്ക് തിരിച്ച് തരും ചെയ്യും കേട്ടോ അവർ. പൂളൊക്കെ ഓപ്പൺ ആവുക ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. ഒരു ടൈമിങ്ങിനനുസരിച്ചാണ് അവിടെ വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പല റൈഡുകളും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ കറങ്ങി വരുമ്പോഴേക്കും നമുക്ക് പൂളിൽ ഇറങ്ങുന്ന ടൈം ആവും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുട്ടികളെ കയറ്റൊന്ന് ജസ്റ്റ് എല്ലാ റൈഡിലൊന്ന് കറങ്ങാമെന്ന് പറഞ്ഞിട്ട് പോകുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ DJ പാർട്ടിയിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല അടിപൊളി പാട്ടൊക്കെയാണ്. പക്ഷെ നമ്മൾ ചാനലിൽ കോപ്പിറൈറ്റ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ ആ സോങ് കൊടുക്കാതിരുന്നത്. ഈ റൈഡിലൊക്കെ വലിയ ആൾക്കാർക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ, മക്കളൊന്നും കയറ്റാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ മുകളിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ കുട്ടികൾക്കുള്ളതുകൊണ്ട് വലിയവർക്കുള്ളതുകൊണ്ട് കേട്ടോ. വലിയൊരു എതിർഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. അതിന് ശേഷം ഞങ്ങൾ പിന്നെ അക്വേറിയം കാണാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു കേട്ടോ. അവിടെ പല തരത്തിലുള്ള മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗ്ലാസ്സിൽ തൊടരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പല അടിപൊളി നമുക്ക് കാണാത്ത വെറൈറ്റി മത്സ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾ പിന്നെ എന്തുണ്ടാടി കയറാൻ വേണ്ടിയാണ് പോയത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇരുന്നിട്ടുള്ളൊരു സീനാണ് കേട്ടോ. നമുക്ക് ചുറ്റുഭാഗം മൊത്തമായിട്ട് കാണാം. ആ പാർക്ക് മൊത്തമായിട്ട് നമുക്ക് ഇതിരുന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് പതുക്കെയാണ് സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഒരു പേടിയും പേടിക്കാനില്ല. വലിയ എന്തുണ്ടാനാണെങ്കിലും മക്കളേക്ക് കയറ്റാം കേട്ടോ. അതുപോലെ തന്നെ പിന്നത്തെ ഒരു ഇതാണിത്. അത് നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏകദേശം റൈഡുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പൂളിലേക്ക് ഇറങ്ങുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് നല്ല ഭക്ഷണം കഴിച്ച് നിസ്കാരം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ തന്നെ റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ആ പിന്നെ ലോക്കറിൻ്റെ അടുത്തുള്ള റൂമിൽ തന്നെ ആയിട്ട് നമുക്ക് നിസ്കരിക്കാനൊക്കെ സൗകര്യം. അപ്പോൾ അവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ പൂളിലേക്ക് ഇറങ്ങി. പൂളിൻ്റെ വീഡിയോസ് തന്നെ എടുത്തിട്ടില്ല, കാരണം നമ്മൾ ഒരുപാട് ആൾക്കാർ ഉണ്ടാകുമ്പോൾ അവർക്ക് പറ്റുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമ്മളും തന്നെ വെള്ളത്തിലായതുകൊണ്ട് ഞങ്ങൾ വീഡിയോസൊന്നും അത് എടുത്തിട്ടില്ല. പൂളൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങുന്ന ടൈമായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയാണ്ട് ചുറ്റി ഇങ്ങനെ കറങ്ങുമ്പോഴാണ് ഐസ്ക്രീം കണ്ട് അവർ കുട്ടികൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുത്തപ്പോഴാണ് ലാസ്റ്റ് ഞങ്ങൾ റൈഡ് കണ്ടിട്ട്. ഫസ്റ്റ് വരുന്ന അടുത്തുള്ള റൈഡാണ്. അപ്പോൾ അതിലും കൂടി ഒന്ന് കയറിയിട്ടാവും. ഒരാള് വീണ റബ്ബേ.
എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.